പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഉദയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ക്ലാസ്സുകളൊക്കെ തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ടല്ലോ. നമ്മുടെ വിഷയം ജോഗ്രഫിയാണ്. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ പാഠമായിട്ടുള്ള ഋതുഭേദങ്ങളും സമയവും, ആ പാഠത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ആ ഭാഗങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, നോട്ടൊക്കെ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച പ്രധാന ആശയങ്ങൾ: ഋതുഭേദങ്ങൾക്ക് കാരണങ്ങൾ എന്തെല്ലാം, എന്താണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത, സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്, ഈ ആശയങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. സമരാത്ര ദിനങ്ങൾ ഏതെല്ലാം, ഏതൊക്കെയാണ് ദിനങ്ങൾ? സമരാത്ര ദിനങ്ങൾ മാർച്ച് 21, സെപ്റ്റംബർ 23. ഗ്രീഷ്മായനാന്ത ദിനം എന്നാണ് ഗ്രീഷ്മായനാന്ത ദിനം? ഗ്രീഷ്മായനാന്ത ദിനം ജൂൺ 21. അതെ, ജൂൺ 21. ശൈത്യായനാന്ത ദിനോ? ശൈത്യായനാന്ത ദിനം ഡിസംബർ 22. ഈ ആശയങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ വിവിധ തരം ഋതുക്കൾ, ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും അനുഭവപ്പെടുന്ന വിവിധ തരം ഋതുക്കൾ, ശൈത്യകാലവും ഉഷ്ണകാലവും വസന്തകാലവും ഹേമന്തകാലവും, അതിൻ്റെ സവിശേഷതകൾ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൂര്യൻ്റെ അയനവും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഈ ഋതുക്കൾ അനുഭവപ്പെടുന്ന കാലയളവും വിശദീകരിച്ചതാണ്. ഇനി ഈ പാഠഭാഗത്തെ മറ്റാശയങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഒന്നാമത്തെ ആശയം ശ്രദ്ധിക്കൂ: ദക്ഷിണായനവും ഉത്തരായനവും. ഉത്തരായനവും ദക്ഷിണായനവും നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആശയമാണ്. ഉത്തരായനവും ദക്ഷിണായനവും, അതായത് സൂര്യൻ്റെ ഉത്തരായനം, സൂര്യൻ്റെ ദക്ഷിണായനം. അതായത് ഉത്തരായനവും ദക്ഷിണായനവും സൂചിപ്പിക്കുന്നത് സൂര്യൻ്റെ ആപേക്ഷികമായ സ്ഥാനമാറ്റത്തെയാണ്. എന്താണ് ഉത്തരായനം? നിങ്ങൾ കേട്ടതാണല്ലോ. ആര് പറയും? ആരാണ് പറയുന്നത്? അതെ, അതായത് ദക്ഷിണായന രേഖയിൽ നിന്ന് സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേരെ മുകളിൽ വരുന്ന ദിവസം ഏതായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചാണല്ലോ. എന്ന് പറഞ്ഞാൽ ശൈത്യായനാന്ത ദിനം. എന്നാണ് ശൈത്യായനാന്ത ദിനം? ഡിസംബർ 22. ഡിസംബർ 22-നാണ് ശൈത്യായനാന്ത ദിനം. ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് ഉത്തരായനം എന്ന് പറയുന്നത്. ഇവിടെ ചിലർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവുക. ഉത്തരം എന്താണ്? ഉത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഉത്തരം, ദക്ഷിണം, പശ്ചിമം, പൂർവം. ഇതിൻ്റെ അർത്ഥങ്ങൾ എന്താണ്? ഉത്തരം മീൻസ് വടക്ക്, ദക്ഷിണോ തെക്ക്, പശ്ചിമം പടിഞ്ഞാറ്, പൂർവം കിഴക്ക്. ഉത്തരായനം സൂര്യൻ്റെ എങ്ങോട്ടേക്കുള്ള അയനം? വടക്കോട്ടേക്കുള്ള അയനം. എവിടെ നിന്ന്? ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് ഉത്തരായനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിൽ വരുന്ന ദിവസം ഡിസംബർ 22-ആണ്. തുടർന്ന് വടക്കോട്ടേക്ക് സൂര്യൻ അയനം ചെയ്യുന്നു. മാർച്ച് 21-ന് സൂര്യൻ മധ്യരേഖയ്ക്ക് നേർ മുകളിലെത്തുന്നു. തുടർന്ന് ജൂൺ 21-ന് ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലെത്തുന്നു. ഉത്തരായന കാലം. അടുത്ത ശ്രദ്ധിക്കൂ, ദക്ഷിണായന കാലം. എന്താണ് ദക്ഷിണായന കാലം എന്ന് പറഞ്ഞാൽ? അതായത് ഉത്തരായന രേഖയിൽ നിന്ന് എങ്ങോട്ടേക്കുള്ളതായിരിക്കും? ദക്ഷിണായന രേഖയിലേക്കുള്ള, ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിൽ സൂര്യൻ വരുന്ന ദിവസം ഏതാണ് എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മായനാന്ത ദിനം എന്നാ? ജൂൺ 21. ജൂൺ 21-ന് സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിൽ. തുടർന്ന് സൂര്യൻ അയനം ചെയ്യുന്നത് തെക്കോട്ടേക്കാണ്. സെപ്റ്റംബർ 23-ന് സൂര്യൻ മധ്യരേഖയ്ക്ക് നേർ മുകളിൽ വരുന്നു. അതിനുശേഷം ഡിസംബർ 22-ന് സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിൽ എത്തും. അതായത് ഉത്തരായന രേഖയിൽ നിന്നുള്ള
സൂര്യൻ്റെ ദക്ഷിണായന രേഖയിലേക്കുള്ള അയനത്തെയാണ് എന്തെന്ന് പറയുന്നത്? ദക്ഷിണായനമെന്ന് പറയുന്നത്. ധാരണ ഉണ്ടാക്കി വെക്കുക. ഉത്തരായനവും ദക്ഷിണായനവും. അടുത്തതായിട്ട് നമുക്ക് ഈ പാഠഭാഗത്ത് വളരെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട, എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ആശയങ്ങളടങ്ങിയ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. എന്ന് പറഞ്ഞാൽ സമയം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ്. സമയം, ഋതുക്കളാണ് ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചത്. ഋതുക്കൾ, ഋതുവ്യത്യാസങ്ങൾ, കാരണങ്ങൾ. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ സമയം. ഋതുക്കൾക്ക് കാരണം ഭൂമിയുടെ ഏത് ചലനമാണ്? പരിക്രമണം, ഭൂമി സൂര്യനെ ചുറ്റുന്നത്. എന്നാൽ സമയവ്യത്യാസത്തിന് കാരണം, നമുക്ക് സമയവ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ രാവിലെ, ഉച്ച, വൈകുന്നേരം, രാത്രി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതെല്ലാം സമയവ്യത്യാസത്തെയല്ലേ സൂചിപ്പിക്കുന്നത്? ഇങ്ങനെ രാത്രിയും പകലും നമുക്ക് മാറി മാറി അനുഭവപ്പെടാനുള്ള കാരണം എന്താണ്? ഭൂമിയുടെ ചലനമാണ്. ഭൂമിയുടെ ഏത് ചലനം? ഭ്രമണം. ഭൂമി സാങ്കല്പികമായ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണെന്ത്? ഭ്രമണം. ആ ഭ്രമണമാണ് എന്തിന് കാരണമാകുന്നത്? സമയവ്യത്യാസത്തിന് കാരണം. നമ്മൾ പറയാറുണ്ട് സാധാരണ രാത്രിയും പകലും അനുഭവപ്പെടാനുള്ള കാരണം. ഇനി ഭ്രമണത്തിന് ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? നിങ്ങൾ പറ. ഒരു ഭ്രമണത്തിന് ഭൂമി എത്ര സമയം എടുക്കുക? 24 മണിക്കൂർ. 24 മണിക്കൂറാണ് ഒരു ഭ്രമണത്തിന് ഭൂമി എടുക്കുന്ന സമയം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. ഭൂമി എങ്ങനെയാണ് ഭ്രമണം ചെയ്യുന്നത്? എങ്ങനെയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്? എവിടുന്ന് എങ്ങോട്ടേക്കാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്? അതെ, എവിടുന്ന് എങ്ങോട്ടേക്കാണ് ഭ്രമണം ചെയ്യുന്നത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സൂര്യൻ കിഴക്കുദിക്കുന്നതായും പടിഞ്ഞാറ് അസ്തമിക്കുന്നതായും അനുഭവപ്പെടുന്നത്. സൂര്യൻ യഥാർത്ഥത്തിൽ ചലിക്കുന്നുണ്ടോ? ഇല്ല. ഭൂമി ചലിക്കുന്നതുകൊണ്ട് സൂര്യൻ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. സൂര്യൻ കിഴക്കുദിക്കുന്നതായും പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടാൻ കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. എങ്ങനെയുള്ള ഭ്രമണം? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കുള്ള ഭ്രമണമാണ്. അതാണ് എന്തിന് കാരണമാകുന്നത്? ഇങ്ങനെ സൂര്യൻ്റെ സ്ഥാനമാറ്റത്തിന് കാരണമാകുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമയവുമായി ബന്ധപ്പെട്ട്, സമയം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ആശയങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഒരു ആശയമാണ് എന്താണ് പ്രാദേശിക സമയം എന്ന ആശയം. പ്രാദേശിക സമയം എന്താണ്? പൊതുപരീക്ഷയ്ക്ക് തന്നെ സാധാരണ ചോദിക്കുന്ന ഒരാശയമാണ്. നോക്കുക, പ്രാദേശിക സമയം, ലോക്കൽ ടൈം എന്നൊക്കെ പറയും. പ്രാദേശിക സമയം. മുമ്പൊക്കെ തന്നെ നമ്മൾ സമയം നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്? പ്രാചീന കാലഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ സമയം നിർണ്ണയിച്ചത് എങ്ങനെയാണ്? ഇന്ന് സമയം നിർണ്ണയിക്കാൻ നമുക്ക് ഒട്ടേറെ ഉപകരണങ്ങളുണ്ട്, ഇല്ലേ? നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു എല്ലാവരുടെ കയ്യിൽ എന്തുണ്ട്? മൊബൈൽ ഫോണുണ്ട്. അതിൽ ടൈം ഉണ്ടാവും, സമയമുണ്ട്. അതേപോലെ തന്നെ വീട്ടിലാണെങ്കിൽ ക്ലോക്ക് ഉണ്ട്. അങ്ങനെ പല വാച്ചുണ്ട് ഓരോരുത്തരുടെ കയ്യിൽ. അങ്ങനെ വ്യത്യസ്ത ഉപകരണങ്ങൾ നമ്മൾ സമയം കണക്കാക്കാൻ, മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ. എന്നാൽ നേരത്തെ അതുണ്ടായിരുന്നില്ല. എന്നാൽ ആളുകൾക്ക് സമയത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം അല്ലെ ബോധമുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് സമയം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്? സൂര്യൻ്റെ സ്ഥാനം വെച്ചിട്ടാണ്. സൂര്യൻ്റെ സ്ഥാനം വെച്ചിട്ട് പ്രാചീന കാലം മുതൽ ആളുകൾ സമയം കണക്കാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ സൂര്യൻ്റെ സ്ഥാനം വെച്ചുകൊണ്ട് സമയത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം പ്രാചീന കാലം തൊട്ട് ജനങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ സൂര്യൻ്റെ സ്ഥാനം വെച്ച് സമയം കണക്കാക്കിയിട്ടുണ്ട്. അതുകൂടാതെ സൂര്യൻ്റെ സ്ഥാനവും നിഴലിൻ്റെ വലിപ്പവും വെച്ചുകൊണ്ട്, നിഴൽ നോക്കിയിട്ട് ആളുകൾ എന്താണ് സമയം നിർണ്ണയിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഈ ഉപകരണങ്ങളൊക്കെ വന്നത്. ഇവിടെ ചോദ്യം അതാണ്, എന്താണ് പ്രാദേശിക സമയം? സൂര്യൻ നമ്മുടെ തലയ്ക്ക് നേർമുകളിൽ വരുന്നു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സമയം കണക്കാക്കാനുള്ള ഉപകരണങ്ങളുണ്ടല്ലോ. സൂര്യൻ എപ്പോഴാണ് തലയ്ക്ക് നേർമുകളിൽ വരുന്നത്? ഏത് സമയത്തായിരിക്കും? ഏത് സമയത്താണ് വരുന്നത്? പറയൂ. അതെ, അതായത് 12 മണിക്കല്ലേ, ഉച്ചയ്ക്ക് 12 മണിക്കാണ് സൂര്യൻ നമ്മുടെ തലയ്ക്ക് നേർ മുകളിൽ വരിക.
സൂര്യൻ തലയ്ക്ക് നേർ മുകളിൽ വരുന്നു. അപ്പോൾ സമയം എത്രയാ? ഉച്ചയ്ക്ക് 12 മണി. ഇത്തരത്തിൽ സൂര്യൻ്റെ ഉച്ചനിലയെ അടിസ്ഥാനമാക്കി സമയം നിർണ്ണയിക്കുന്നതിനെയാണ് പ്രാദേശിക സമയം എന്ന് പറയുന്നത്. സൂര്യൻ്റെ ഉച്ചനിലയെ അടിസ്ഥാനമാക്കി സമയം നിർണ്ണയിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രാദേശിക സമയം എന്ന് പറയുന്നത്. എന്താണ് ഉച്ചനില എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, സൂര്യൻ തലയ്ക്ക് നേർ മുകളിൽ വരുന്നു, സമയം ഉച്ചയ്ക്ക് 12 മണി. ഇത്തരത്തിൽ സൂര്യൻ്റെ ഉച്ചനിലയെ അടിസ്ഥാനമാക്കി സമയം നിർണ്ണയിക്കുന്നതിനെയാണ് പ്രാദേശിക സമയം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഒരു രാജ്യത്ത് ഒന്നിലേറെ പ്രാദേശിക സമയങ്ങൾ ഉണ്ടായാലുള്ള പ്രായോഗിക പ്രയാസങ്ങൾ എന്തൊക്കെയായിരിക്കും? അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. ഒരു രാജ്യത്ത് ഒന്നിലേറെ പ്രാദേശിക സമയങ്ങൾ ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രായോഗികമായ പ്രശ്നങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആശയം ഇവിടെ ഒന്ന് ആവർത്തിക്കാം. ഇപ്പം ഭൂമിയുടെ ഭ്രമണത്തിന് ഭൂമി എടുക്കുന്ന സമയം 24 മണിക്കൂർ. 24 മണിക്കൂറിനെ നിങ്ങൾ മിനിറ്റിലേക്ക് മാറ്റൂ. അതായത് ഒരു ഭ്രമണത്തിന് ഭൂമി 24 മണിക്കൂർ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് എടുക്കുന്നുണ്ട്? 24 × 60. 24 × 60 എത്രയാണ്? 1440 മിനിറ്റ്. അതായത് ഒരു ഭ്രമണത്തിന് ഭൂമി എടുക്കുന്ന സമയം എത്രയാ? 24 മണിക്കൂർ അഥവാ 1440 മിനിറ്റ് ആണല്ലോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഭൂമിയുടെ കോണീയ അളവ് 360 ഡിഗ്രി ആണെന്ന് കണക്കാക്കുക. ഭൂമിയുടെ കോണീയ അകലം 360 ഡിഗ്രി ആണെന്ന് കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 360 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് എത്ര സമയം വേണം? 360 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് എത്ര സമയം വേണം? 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1440 മിനിറ്റ്. അതായത് നമുക്കിങ്ങനെ പറയാം, ഒരു ഭ്രമണത്തിന് ഭൂമി എടുക്കുന്ന സമയം 24 മണിക്കൂർ അഥവാ 1440 മിനിറ്റാണ്. അല്ലെങ്കിൽ ഭൂമിയുടെ കോണീയ അകലം 360 ഡിഗ്രിയായി കണക്കാക്കിയാൽ ഈ 360 ഡിഗ്രി കറങ്ങാൻ എന്ന് പറഞ്ഞാൽ ഒരു ഭ്രമണം, അതിന് ഭൂമി എടുക്കുന്ന സമയം ആണ് 24 മണിക്കൂർ അഥവാ 1440 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം, 360 ഡിഗ്രി കറങ്ങാനാണല്ലോ എത്ര സമയം എടുക്കുന്നത്? 1440 മിനിറ്റ് എടുക്കുന്നത്. എങ്കിൽ 1 ഡിഗ്രി കറങ്ങാൻ ഭൂമി എത്ര സമയം എടുക്കും? 1 ഡിഗ്രി കറങ്ങാൻ ഭൂമി എടുക്കുന്ന സമയത്തായിരിക്കും. നോക്കൂ, എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? അതായത് 1440 ബൈ 360. 1440 ഹരിക്കണം 360 എത്ര കിട്ടും? 4 കിട്ടും. 4 മിനിറ്റ്. 360 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് 1440 മിനിറ്റ് ആവശ്യമാണെങ്കിൽ 1 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് വേണ്ട സമയം എങ്ങനെ കണ്ടുപിടിക്കാം? 1440 ഹരിക്കണം 360 സമം 4 മിനിറ്റ്. അപ്പോൾ 1 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാ? 4 മിനിറ്റ് ആവശ്യമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇപ്പോൾ ഭൂമിയുടെ കോണീയ അകലം 360 ഡിഗ്രി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 360 ഡിഗ്രിയാണ് ഭൂമിയുടെ കോണീയ അകലമെങ്കിൽ നമുക്ക് 1 ഡിഗ്രി വ്യത്യാസത്തിൽ എത്ര രേഖാംശരേഖകളെ വരയ്ക്കാൻ കഴിയും? 360 ഡിഗ്രിയാണ് ഭൂമിയുടെ കോണീയ അകലമെങ്കിൽ 1 ഡിഗ്രി വ്യത്യാസത്തിൽ നമുക്ക് എത്ര രേഖാംശരേഖകളെ വരയ്ക്കാൻ കഴിയും? അതെ, 360 രേഖാംശരേഖകളെ വരയ്ക്കാൻ കഴിയും, സംശയമൊന്നുമില്ല. ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ഭാഗമായിട്ട് ഈ 360 രേഖാംശത്തിന് മുകളിൽ ആര് വരും? സൂര്യൻ വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ ആ രേഖാംശങ്ങളിൽ സമയം എത്രയായിരിക്കും? ഉച്ചയായിരിക്കും ഓരോ രേഖാംശത്തിലും. ഇപ്പോൾ ഇന്ത്യയെ നോക്ക് നിങ്ങൾ. ഇപ്പോൾ ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്രയാണ്? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കിയാണ്. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണ്? അതെ, 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. കൃത്യമായിട്ട് പറഞ്ഞാൽ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക്, ദെൻ 97 ഡിഗ്രി 25 മിനിറ്റ്. ഇതാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. അങ്ങനെ വരുമ്പോൾ
ഇന്ത്യയിൽ കൂടി എത്ര രേഖാംശ രേഖകൾ കടന്നു പോകുന്നുണ്ട്? ഏകദേശം 68-നും 97-നും ഇടയ്ക്ക് എത്ര ഡിഗ്രി വ്യത്യാസമുണ്ട് നോക്കുക. എത്ര രേഖാംശ രേഖകൾ കടന്നു പോകും അങ്ങനെയാകുമ്പോൾ? അതെ, ഏകദേശം 30 രേഖാംശ രേഖകൾ കടന്നു പോകും. ഇപ്പോൾ ഈ 30 രേഖാംശത്തിന് മുകളിലും സൂര്യൻ വരുമല്ലോ. അങ്ങനെ ഓരോ രേഖാംശത്തിൽ മുകളിലും സൂര്യൻ വരുമ്പോൾ അവിടെയൊക്കെ ഉച്ചയായിരിക്കും. അതാ പറഞ്ഞത്, അങ്ങനെ ഓരോ രേഖാംശത്തിലെയും സമയത്തെ അല്ലെങ്കിൽ ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയം വെച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സമയം കണക്കാക്കാൻ നമുക്ക് പറ്റില്ല. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒന്നിലേറെ പ്രാദേശിക സമയങ്ങൾ ഒരു രാജ്യത്തുണ്ടായാൽ അത് പ്രായോഗികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആശയമാണ്. ഒരു രാജ്യത്ത് ഒന്നിലേറെ പ്രാദേശിക സമയങ്ങൾ ഉണ്ടായാൽ അത് സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ എന്തെല്ലാമായിരിക്കും? ഒന്ന്, രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന റെയിൽവേ സമയം ക്രമീകരിക്കാൻ കഴിയില്ല. ഒരു പ്രശ്നം അതാണ്. രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന റെയിൽവേ സമയം ക്രമീകരിക്കാൻ കഴിയില്ല. ദെൻ റേഡിയോ ടെലിവിഷൻ പരിപാടികളെക്കുറിച്ച് അറിയിപ്പ് നൽകാൻ കഴിയില്ല. റേഡിയോ ടെലിവിഷൻ പരിപാടികളെക്കുറിച്ച് അറിയിപ്പ് നൽകാൻ നമുക്ക് കഴിയില്ല. രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന പൊതുപരീക്ഷകൾ നടത്താൻ കഴിയില്ല. ഇതാണ് പ്രായോഗികമായ പ്രശ്നങ്ങൾ. മറ്റ് പ്രശ്നങ്ങൾ ഇനിയുണ്ട്. ഈ ആശയം 2-3 മാർക്കിനാണ് ചോദിക്കുക. 3 ആശയങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഞാൻ ആവർത്തിക്കാം. ഒരു രാജ്യത്ത് ഒന്നിലേറെ പ്രാദേശിക സമയങ്ങൾ ഉണ്ടായാൽ അത് സൃഷ്ടിക്കുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ എന്തെല്ലാം? രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന റെയിൽവേ സമയം ക്രമീകരിക്കാൻ കഴിയില്ല. റേഡിയോ TV പരിപാടികളെക്കുറിച്ച് അറിയിപ്പ് നൽകാൻ കഴിയില്ല. രാജ്യത്തിന് മുഴുവൻ ബാധകമാകുന്ന പൊതുപരീക്ഷകൾ നടത്താൻ കഴിയില്ല. അപ്പോൾ അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് അല്ലേ, അത്തരത്തിലുള്ള പരീക്ഷകൾ രാജ്യവ്യാപകമായിട്ട് നമ്മൾ നടത്താറുണ്ടല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ സമയമായിരിക്കില്ല, കാരണം ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ എല്ലായിടത്തും ഒരേ സമയത്താണ് നടക്കുക. ആ ധാരണ നിങ്ങൾ ഉണ്ടാക്കുക. നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഗത്ത് സമയമേഖലകളെക്കുറിച്ചുള്ള ധാരണയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, 360 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയായിരുന്നു? 1440 മിനിറ്റ് ആയിരുന്നു. 1 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയായിരുന്നു? 4 മിനിറ്റ്. 2 ഡിഗ്രി കറങ്ങാൻ 8 മിനിറ്റ്. 3 ഡിഗ്രി കറങ്ങാൻ 12 മിനിറ്റ്. 15 ഡിഗ്രി കറങ്ങാനോ? 15 ഡിഗ്രി കറങ്ങാൻ എത്ര സമയം വേണം? 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതെ, 1 മണിക്കൂറാണ്. 15 ഡിഗ്രി കറങ്ങാൻ ഭൂമിക്ക് എത്ര സമയം ആവശ്യമാണ്? 60 മിനിറ്റ് അഥവാ 1 മണിക്കൂർ ആവശ്യമാണ്. ലോകത്തെ സമയമേഖലകളെക്കുറിച്ച് ധാരണ ഉണ്ടാക്കുക. ലോകത്തെ 24 സമയമേഖലകളായി തിരിച്ചിട്ടുണ്ട്. എത്ര സമയമേഖലകൾ? 24. എത്ര ഡിഗ്രി രേഖാംശീയ വ്യത്യാസത്തിലാണ് 24 സമയമേഖലകൾ? ആകെ 360 ഡിഗ്രി ആണല്ലോ. അപ്പോൾ 360 എന്ന് പറയുമ്പോൾ 24 സമയമേഖലകൾ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി വ്യത്യാസം ഉണ്ടാവും? 15 ഡിഗ്രി വ്യത്യാസത്തിൽ. 15 ഡിഗ്രി വ്യത്യാസത്തിൽ എന്ന് പറഞ്ഞാൽ സമയ വ്യത്യാസം എത്രയായിരിക്കും? 15 ഡിഗ്രി സമയ വ്യത്യാസം എത്രയാ? 1 മണിക്കൂർ. അപ്പം 15 ഡിഗ്രി വ്യത്യാസത്തിൽ 24 സമയമേഖലകളായിട്ട് ലോകത്തെ തിരിച്ചിട്ടുണ്ട്. 15 ഡിഗ്രി വ്യത്യാസം എന്ന് പറഞ്ഞാൽ സമയ വ്യത്യാസം എത്രയാണ്? 1 മണിക്കൂർ. ഇവിടെ നമ്മൾ സമയം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. രേഖാംശീയ വ്യത്യാസം നമുക്ക് കിട്ടിയാൽ നമുക്ക് സമയവ്യത്യാസം കണ്ടെത്താൻ കഴിയും. രേഖാംശീയ വ്യത്യാസം കിട്ടിയാൽ സമയവ്യത്യാസം കണ്ടെത്താൻ കഴിയും. നിങ്ങൾ നോക്കുക, ഭൂമിയുടെ ഭ്രമണം എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു? പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ്. അങ്ങനെ ആവുമ്പോൾ ഭൂമിയിൽ ആദ്യം സൂര്യപ്രകാശത്ത് എവിടെയായിരിക്കും? പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണം. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ആദ്യ സൂര്യപ്രകാശത്ത് ഭൂമിയുടെ കിഴക്ക് ഭാഗത്തായിരിക്കും. ഇന്ത്യയെ നിങ്ങൾ നോക്കുക. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ധാരണ ഉണ്ടല്ലോ. ഇന്ത്യയിൽ ആദ്യം സൂര്യപ്രകാശം എത്തുന്ന സംസ്ഥാനം ഏതായിരിക്കും? ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനമായിരിക്കും. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം ഏതാ? ഇതൊക്കെ 4ാം ക്ലാസ്സിലെ ചോദ്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യം സൂര്യപ്രകാശം എത്തുന്ന എവിടെയായിരിക്കും? അരുണാചൽ പ്രദേശിലായിരിക്കും. ഏറ്റവും അവസാനം സൂര്യപ്രകാശം എത്തുന്ന എവിടെയായിരിക്കും? ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറുള്ള സംസ്ഥാനത്തായിരിക്കും. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറുള്ള സംസ്ഥാനം ഏതാ? ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ആദ്യം സൂര്യപ്രകാശം എത്തുക
അരുണാചൽ പ്രദേശിലാണ്. പിന്നെയാണ് അവസാനം എവിടെ എത്തുക? ഗുജറാത്തിലെത്തും. അപ്പം ധാരണ ഉണ്ടാക്കുക, ആദ്യം സൂര്യപ്രകാശം ഭൂമിയിലെത്തുക കിഴക്ക് ഭാഗത്താണ്. അതായത് ഭൂമിയിൽ എല്ലായ്പ്പോഴും കിഴക്കോട്ട് സമയം കൂടുതലായിരിക്കും. ഒരു നിശ്ചിത രേഖാംശത്തിൽ നിന്ന് നമ്മൾ കിഴക്കോട്ട് പോകുമ്പോൾ, ഒരു നിശ്ചിത രേഖാംശം, ഒരു സ്ഥലം, ആ സ്ഥലത്ത് നിന്ന് നമ്മൾ കിഴക്കോട്ട് പോവുക, കിഴക്കോട്ട് സമയം കൂടും. ഓരോ ഡിഗ്രിയിൽ എത്ര സമയം കൂടും കിഴക്കോട്ട്? 4 മിനിറ്റ് കൂടും. ഇപ്പോൾ ഇത് 0 ഡിഗ്രി, 1 ഡിഗ്രി കിഴക്കാണെന്ന് വിചാരിക്കാം. 0 ഡിഗ്രിയിൽ സമയം രാവിലെ 10 മണിയാണ്. 0 ഡിഗ്രിക്ക് കിഴക്കുള്ള 1 ഡിഗ്രി രേഖാംശത്തിൽ അപ്പോൾ സമയം എത്രയായിരിക്കും? 10:04 എന്നാൽ 1 ഡിഗ്രി പടിഞ്ഞാറുള്ള രേഖാംശത്തിൽ സമയം എത്രയായിരിക്കും? 9:56 0 ഡിഗ്രിയിൽ രാവിലെ 10 മണിയാണെങ്കിൽ 0 ഡിഗ്രിക്ക് കിഴക്കുള്ള 1 ഡിഗ്രി രേഖാംശത്തിൽ സമയം എത്രയായിരിക്കും? 10:04 എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി വ്യത്യാസമുണ്ട്. 1 ഡിഗ്രി വ്യത്യാസം എത്ര സമയ വ്യത്യാസം? 4 മിനിറ്റ്. അപ്പം 10:04 ഇനി 0 ഡിഗ്രിയിൽ നിന്ന് പടിഞ്ഞാറുള്ള 1 ഡിഗ്രി രേഖാംശത്തിൽ സമയം എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി വ്യത്യാസമല്ലേ? അപ്പോൾ 4 മിനിറ്റ് കുറവായിരിക്കും. 10 മണിയിൽ നിന്ന് 4 മിനിറ്റ് കുറച്ചാൽ 9:56. ഞാൻ പറഞ്ഞത് ഭൂമിയിൽ കിഴക്കോട്ട് സമയം കൂടുതലായിരിക്കും, പടിഞ്ഞാറോട്ട് സമയം കുറവായിരിക്കും. അതിന് കാരണം എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കിഴക്കോട്ട് സമയം കൂടുതലും പടിഞ്ഞാറോട്ട് സമയം കുറവ് അനുഭവപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അതെ, ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാലാണ്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാലാണ് കിഴക്കോട്ട് സമയം കൂടുതലും പടിഞ്ഞാറോട്ട് സമയം കുറവും നമുക്ക് അനുഭവപ്പെടുന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരാശയമുണ്ട്. ഗ്രീനിച്ച് സമയം, അതേപോലെ തന്നെ ഗ്രീനിച്ച് രേഖയുടെ പ്രാധാന്യം നിങ്ങളോട് എക്സാമിന് ചോദിക്കും. എന്താണ് ഗ്രീനിച്ച് രേഖയുടെ പ്രാധാന്യം? ലോക സമയം നിർണ്ണയിക്കുന്നതിൽ, അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളുടെ സമയം നിർണ്ണയിക്കുന്നതിൽ ഗ്രീനിച്ച് രേഖയ്ക്ക് പ്രാധാന്യം ഉണ്ട്. എന്താണ് ഗ്രീനിച്ച് രേഖയുടെ പ്രാധാന്യം? അതിനുശേഷം നമ്മൾ ഗ്രീനിച്ച് സമയം പറയാം. ഗ്രീനിച്ച് മീൻ ടൈം, GMT എന്ന് പറയും. എന്താ പറയുക? GMT. എന്താണ് ഗ്രീനിച്ച് രേഖയുടെ പ്രാധാന്യം? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എക്സാമിന് ചോദിക്കുന്നതാണ്. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് രേഖയ്ക്ക് ഈ പേര് വന്നതെങ്ങനെയാണ്? അതായത് 0 ഡിഗ്രി രേഖാംശ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് വന്നതെങ്ങനെയാണ്? ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനം അറിയാലോ. ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനമാണ് ലണ്ടൻ. ലണ്ടനിലൊരു സ്ഥലമാണ് ഇത് ഗ്രീനിച്ച്. എന്താണ് ഗ്രീനിച്ചിൻ്റെ പ്രാധാന്യം? ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇത് ഗ്രീനിച്ച്. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഗ്രീനിച്ച്. 0 ഡിഗ്രി രേഖാംശ രേഖ ഈ സ്ഥലത്തു കൂടി കടന്നു പോകുന്നതായി നമ്മൾ സങ്കല്പിക്കുന്നത് കൊണ്ടാണ് 0 ഡിഗ്രി രേഖാംശ രേഖയെ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രീനിച്ച് രേഖ എന്ന് വിളിക്കുന്നത്. ഇനി ലോക സമയം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് രേഖയാണ്? ഗ്രീനിച്ച് രേഖയാണ്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തിൻ്റെ സമയം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഗ്രീനിച്ച് രേഖയെ വിളിക്കുന്നത് നോക്കൂ, പ്രൈം മെറിഡിയൻ. ഗ്രീനിച്ച് രേഖയെ എന്തെന്ന് വിളിക്കുന്നു? പ്രൈം മെറിഡിയൻ. ഗ്രീനിച്ച് രേഖയെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു. കാരണം എന്താണ്? ലോക സമയം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഗ്രീനിച്ച് രേഖയെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ആശയങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നിങ്ങൾ ഉണ്ടാക്കുക. ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്തായാലും ശരി, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, ആദ്യ ഭാഗത്ത് നമ്മളെടുത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇന്നെടുത്ത കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. സമയവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, എന്താണ് പ്രാദേശിക സമയം, ഒരു രാജ്യത്ത് ഒന്നിലേറെ പ്രാദേശിക സമയങ്ങളുണ്ടായുള്ള പ്രായോഗികമായ പ്രയാസങ്ങൾ, അതോടൊപ്പം തന്നെ ഗ്രീനിച്ച് രേഖയുടെ പ്രാധാന്യം, സമയമേഖലകൾ,
ഈ ആശയങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. ഓക്കെ.